നെച്ചിങ്ങയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചുറ്റിക്കറക്കം പാർട്ട് 2. നമ്മളെ ആദ്യം തുടക്കത്തിൽ നാട്ടുയാത്ര എന്നായിരുന്നു പേര് കൊടുത്തിരുന്നു. ആ പേര് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് മറ്റൊരു ചാനലിൽ സെയിം പേരുള്ളതുകൊണ്ട് നമ്മൾ മാറ്റം വരുത്തുകയാണ്. നമ്മൾ നൂറിലേക്ക് കഴിഞ്ഞ് നേരെ ആ റോഡ് നേരെ വന്നാൽ നമ്മൾ പറവണ്ണയിലെത്തും. പറവണ്ണ ജംഗ്ഷനാണിത്. ഈ വലത്തെ ഭാഗത്ത് വരുന്ന റോഡാണ് നമ്മളെ കാളാട്, അതേപോലെ ഉണ്ണിയാൽ വരുന്ന താന്നൂർ വഴി വരുന്നവർക്ക് ആ റൂട്ടിലൂടെ വരിക. നമ്മൾ പോകുന്നത് പടിഞ്ഞാറക്കര ബീച്ചിലേക്കാണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് എടുത്തു, ആ റോഡ് നേരെ എടുത്തു. പെട്രോൾ അടിക്കണം, പെട്രോൾ അടിച്ചില്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല, വണ്ടി മുന്നോട്ട് പോകത്തില്ല. അപ്പോൾ കുറച്ച് 150 രൂപയ്ക്ക് പെട്രോൾ അടിക്കാമെന്ന് കരുതി പെട്രോൾ അടിച്ചു. അങ്ങനെ സിറാജ് ഉണ്ട് നമ്മുടെ കൂടെ. ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് ഞങ്ങൾ യാത്രകൾ ചെയ്യുന്നത്. അപ്പോൾ ഇനിയും മുന്നോട്ടുള്ള യാത്രകളിലൊക്കെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യാണ്ട്, മലപ്പുറം ജില്ലയിലെ ഒരുവിധ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. ഓക്കെ, ഈ റോഡാണ്. ഈ റോഡിൻ്റെ ഇത് ചില നമുക്ക് യാത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ്. സ്ട്രെയിറ്റ് റോഡുമാണ്, റോഡിൽ കുണ്ടോ കുഴികളോ ഒന്നുമില്ല. പുതിയ റോഡ്, നല്ല ഭംഗിയുള്ള റോഡ്. നമ്മളിപ്പോൾ കാണുന്ന TMG കോളേജ്, തുഞ്ചൻ മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജാണ്. 1980 ഇത് രൂപീകരിക്കപ്പെടുന്നത്. ഇത് കഴിഞ്ഞ് നേരെ വരുന്നതാണ് കേരള സർവകലാശാല, മലയാള സർവകലാശാലയാണ് ഇത്. തൊട്ടടുത്ത് തന്നെ ചേർന്നിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. ഈ റോഡിലൂടെ ഇങ്ങനെ പോകുന്നത് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ്. ഒരുപാട് ബഹള കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. നല്ല കാമായിട്ട് നമുക്ക് യാത്ര ചെയ്യാം. സ്ട്രെയിറ്റ് റോഡാണ്, മികച്ച റോഡുകളുമാണ്. നമ്മുടെ തീരദേശ ഹൈവേ കൂടിയാണ് ഇതിൽ പോകുന്നത്. നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഹോം സ്റ്റേ ഉണ്ട്, സ്വിമ്മിംഗ് പൂളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. പക്ഷെ നമുക്ക് റൈറ്റിലേക്കാണ് പോകുന്നത്. റൈറ്റിലേക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പടിഞ്ഞാറക്കര ബീച്ച്. ഇതൊക്കെ പുതുതായിട്ട് വന്ന സംഗതികളാട്ടോ ഈ റോഡ് സൈഡിലുള്ളതൊക്കെ. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ റോഡ് കുറച്ച് വീതി കുറവാണ്, ഒറ്റ ലൈനാണ് പോകുന്നത്. ഇതാണ് കൂട്ടായി അങ്ങാടി എന്ന്. ഈ ലെഫ്റ്റിലേക്ക് വരുന്ന റോഡാണ് നമ്മുടെ മംഗലം ഭാഗത്ത് നിന്ന് വരുന്ന റോഡാണ്. തിരൂർ ചെമ്പ്രോട്ടം വഴി വരുന്നവർക്ക് ആ റൂട്ടിലാണ് ഇങ്ങോട്ട് എത്തുക, കൂട്ടായി ബീച്ചിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക്. ഇതാണ് മൗലാന കോളേജ്. ഇവിടെ നമ്മുടെ സുഹൃത്തുക്കൾ പഠിക്കുന്നുണ്ട്. ഷിഹാനൊക്കെ ഇവിടെയാണ് പഠിക്കുന്നത്, നമ്മുടെ സുഹൃത്താണ്. അതേപോലെ ഈ റോഡ് നേരെ എടുക്കുക, എല്ലാം സ്ട്രെയിറ്റ്, നമുക്കൊരു ബുദ്ധിമുട്ടില്ല. പ്രത്യേകിച്ച് വഴി തെറ്റിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ കൂട്ടായി തൊട്ട് മുന്നായിട്ടാണ് ഒരു പാർക്ക് വരുന്നുണ്ട്, ഒരു ഫാമിലി പാർക്ക് വരുന്നുണ്ട്. ഇവിടെ ഈ പെറ്റ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല വൈബ് സംഭവമാണ് ഇവിടെ. ഏകദേശം 30 രൂപയാണ് ഒരാൾക്കുള്ള എൻട്രി ഫീ വരുന്നത്. നമ്മളിവിടെ തൽക്കാലം കയറാൻ ഉദ്ദേശിക്കുന്നില്ല, നമ്മുടെ ലക്ഷ്യം അതല്ലായിരുന്നു. നിശാദ അടുത്തൊരു പ്രാവശ്യം അവിടെ കയറിയിട്ട് അടുത്ത കാര്യങ്ങളൊക്കെ അറിയിക്കാം. അങ്ങനെ നമ്മൾ പടിഞ്ഞാറക്കര ബീച്ചിലേക്ക് ആദ്യം പോകുന്നത് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിലവിലാവുന്ന പറ്റുന്നില്ല, എന്നാലും ജസ്റ്റ് അത് കാണിച്ചു തരാൻ പറ്റും. ഈ കാണുന്ന ബിൽഡിങ്ങിലായിരുന്നു പിന്നെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊരു ഭംഗിയുള്ള സ്ഥലം. ആ കാണുന്നതാണ് ഞങ്ങളുടെ പൊന്നാനി ഹാർബർ. വണ്ടിക്ക് 10, രണ്ടാൾക്ക് 40. ഒരു 50 ഉണ്ട്. അങ്ങനെ ഞാൻ നേരെ എൻട്രി ചെയ്തു, മുന്നോട്ട് എടുത്തു. അങ്ങനെ എടുത്ത് മുന്നോട്ട് പോയി. ഇവിടെ ബൈക്ക് ഇവിടെ ജസ്റ്റ് ഇട്ടിട്ട് അതൊന്നും ഇവിടെ ഒന്ന് കാണിച്ച് തരാം, എന്നിട്ട് പിന്നെ ഉള്ളിലേക്ക് കയറിയാൽ മതി എന്ന് വിചാരിച്ചു. ഇവിടെ ഒരുപാട് നമുക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻട്രി വരുന്നത് ഒരാൾക്ക് 20 രൂപയാണ്, ബൈക്കിന് 10 രൂപ. ഞങ്ങൾ 2 പേര് 40, ബൈക്കിന് 10, 50 രൂപയാണ് ഞങ്ങൾക്ക് എൻട്രി വന്നത്. അവിടെ ടൂറിസ്റ്റ് ബസ്സൊക്കെ കാണുന്നുണ്ട്. ഞങ്ങൾ വന്ന സമയം എന്ന് പറഞ്ഞാൽ ഉച്ച സമയമാണ് കേട്ടോ, ഒരു 12:30 നട്ടുച്ച സമയമാണ്. ഇവിടെയൊക്കെ തിരക്കൊന്നുമില്ല, ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഫുള്ള് കാലിയാണ്. അതായത് ഈ സമയം ആയതുകൊണ്ടാണ്. വൈകുന്നേരം ആണെങ്കിൽ ഫുള്ള് തിരക്കായിരിക്കും കേട്ടോ, നല്ല ആളുണ്ടോ. ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്ന ആളുകൾ കേട്ടോ, അധികം ഫാമിലിയാണ്. ഈ ഗെറ്റ് ടുഗദർ സംഭവങ്ങളും ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ സജ്ജീകരിച്ച ഒരു നല്ലൊരു ബീച്ചാണ് നമ്മുടെ കൂട്ടായി ബീച്ച്, പടിഞ്ഞാറക്കര ബീച്ച് എന്നാണ് ശരിക്കും പറയേണ്ടത്. പൊതുവെ എല്ലാവരും കൂട്ടായി ബീച്ച് എന്നാണ് പറയാറ്. ഇവിടെയൊക്കെ സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ കാലിയാണ്. ഇവിടേക്ക് ഈ സമയം ആയതുകൊണ്ടാട്ടോ. പ്രത്യേകിച്ച് ഇത് നല്ലൊരു പാർക്കുണ്ട്, നമ്മുടെ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പേസാണ്. നോമ്പ് കാലമൊക്കെ ആയാലും നോമ്പുതുള്ള പരിപാടികളൊക്കെ നടക്കാറുണ്ട് ഇവിടെ. ഫാമിലി അവിടെ ബോട്ട് സർവീസൊക്കെ ഉണ്ട്. ഇതാണ് എൻ്റെ ശരിക്കുള്ള ഹൈലൈറ്റ്. നമ്മുടെ പടിഞ്ഞാറക്കര ബീച്ചിൻ്റെ ഹൈലൈറ്റാണ് ഈ പൈൻമരങ്ങൾ. ഈ പൈൻമരങ്ങളാൽ ചുറ്റപ്പെട്ടതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബീച്ച്. ഇതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ വാഹനങ്ങളൊക്കെ ഇവിടെ വളരെ കുറച്ചുള്ളൂ, വലിയ എണ്ണാവുന്ന വാഹനങ്ങൾ മാത്രമേ നിലവിലുള്ളൂ.
ഈ ഒരു സമയമായതുകൊണ്ടാണ്. മാത്രമല്ല വർക്കിൻ്റെ അതും കൂടിയാണ്, അതുകൊണ്ടാണ് വണ്ടികളൊക്കെ വളരെ കുറവ്. ഈ ഒരു കാഴ്ച കാണണമെങ്കിൽ ഈ സമയത്ത് തന്നെ വരണം. ഈ ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ ഇത്രയും ഭംഗിയിൽ എടുക്കാൻ പറ്റുന്നത് ഈ ഒരു സമയമായതുകൊണ്ടാണ്. മറ്റൊരു വൈകുന്നേരങ്ങളിലോ ഞായറാഴ്ച പോലെ ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാനേ കഴിയില്ല. വളരെ വൃത്തിയുള്ളൊരു ബീച്ച് കൂടി കേട്ടോ, ഒരു കച്ചറ പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ വൃത്തിയുള്ള നല്ല ഭംഗിയുള്ള ബീച്ചാണ് നമ്മുടെ പടിഞ്ഞാറക്കര ബീച്ച്. എനിക്ക് വളരെ പേഴ്സണലി, ഞാൻ ചെറുപ്പം മുതലേ ഇവിടെ വന്നിട്ടുണ്ട്, ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം വീണ്ടും വരികയാണ്. അപ്പോഴും വളരെ ഭംഗിയിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. നമുക്ക് ഏതൊരു ടൂറിസ്റ്റുകൾക്കും വന്നാൽ വീണ്ടും വന്ന് വൈബടിക്കാനും ഒന്ന് ചുമ്മാ വന്നിരിക്കാനും പോലും നമുക്ക് ഇഷ്ടപ്പെടും. ഇതൊക്കെ നമ്മുടെ പാർക്കാണ്, പാർക്കിൽ എല്ലാം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതെന്ന് വെച്ചാൽ ഒന്നും വർക്കിംഗ് ഇല്ല നിലവിൽ, ഈ സമയമായതുകൊണ്ട് കേട്ടോ. ഇതിവിടെ പ്രോഗ്രാമൊക്കെ നടത്താൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ പ്രോഗ്രാമുകളൊക്കെ നടക്കാറുണ്ട്, ഇരിപ്പിടങ്ങളും സ്റ്റേജ്, റൗണ്ടിൽ സ്റ്റേജൊക്കെ ആക്കിയിട്ടൊക്കെ പല പരിപാടികൾ നടക്കാറുണ്ട്, ഒക്കെ ഉണ്ട്. യഥാസമയം ക്ലീൻ ചെയ്ത് വൃത്തിയിൽ കൊണ്ടുവരുന്ന ടീമാണ് അവർ. നമ്മുടെ ക്ലീനിങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്തായാലും പടിഞ്ഞാറക്കര ഉഷാറാണ്. അവരെ നല്ല രീതിയിൽ ഇതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതിന് നമുക്ക് ഇവിടെ വന്നാൽ മനസ്സിലാവും. ഇപ്പോൾ പ്രത്യേകിച്ച് എല്ലാ സമയത്തും നല്ല വൃത്തിയിൽ, ഇപ്പോൾ സ്കൂൾ കുട്ടികളായാലും മറ്റുള്ള ഫാമിലി ടൂറ് വരുന്നവരൊക്കെ ഇവിടെ നിരവധിയുണ്ട്. നമ്മളെന്തായാലും ഉച്ചക്ക് കഴിക്കുന്നത് ഉപ്പിലിട്ടതാണ്. ഇപ്പോൾ ചേച്ചി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്തുനിന്നായിരുന്നു കേട്ടോ. കാരണം ഈ സമയം എല്ലാം ഓപ്പണായി വരുന്നേ ഉള്ളൂ, കാരണം ഈ സമയമായതുകൊണ്ടാണ്. അപ്പോൾ അതെല്ലാം ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പടിഞ്ഞാറക്കര ബീച്ചിനോട് ഞങ്ങൾ വിട പറയുകയാണ്. അങ്ങനെ അവിടെ നിന്നും ഇറങ്ങി നേരെ ഇനി ഞങ്ങളുടെ ലക്ഷ്യം അടുത്ത ബീച്ചായിട്ടുള്ള ഉണ്ണിയാൽ ബീച്ചിലേക്കാട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വന്ന വഴി തന്നെയാണ് നമ്മൾ ഇറക്കൊക്കെ. അതേപോലെ തന്നെ ഇറങ്ങി അവിടെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് താല്പര്യമുള്ളവർക്ക് ബോട്ടിങ്ങൊക്കെ ചെയ്യാവുന്നതാണ്. അവിടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മലപ്പുറത്ത് ഭാഗത്തു നിന്ന് വരുന്നവർക്ക് 45 കിലോമീറ്ററാണ് ഈ ബീച്ചിലേക്കുള്ളത്. തിരൂർ ഭാഗത്തു നിന്ന് വരുന്നവർക്ക് 17 കിലോമീറ്ററും താനൂർ ഭാഗത്തു നിന്ന് വരുന്നവർക്ക് 24 കിലോമീറ്ററുമാണ് നമ്മുടെ ഈ പടിഞ്ഞാറ ബീച്ചിലേക്കുള്ള ദൂരം എന്നുള്ളത്. ബസ് സർവീസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ എപ്പോഴും ബസ്സുള്ള ഏരിയ തന്നെയാണ്. അപ്പോൾ വാഹനങ്ങളൊന്നും സ്വന്തമായിട്ട് ഇല്ലാത്തവരും വണ്ടി വിളിച്ചു വരാൻ സാമ്പത്തിക പ്രശ്നമുള്ളവർക്കൊക്കെ ബസ്സൊക്കെ സർവീസ് ഉപയോഗിക്കാവുന്നതാണ്. എപ്പോഴും 2 ബസ്സൊക്കെ എപ്പോഴും റെഡിയാണ്. കാരണം പോകാനും വരാനൊക്കെ ആയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം നിലവിൽ പടിഞ്ഞാറക്കര ബീച്ചിലേക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഒരു ഫാമിലി ആയിട്ടൊക്കെ എല്ലാവർക്കും ഉച്ചക്കേശൊക്കെ അത് വന്നാൽ വൈകുന്നേരമൊക്കെ നല്ല വൈബടിച്ച് നിൽക്കാൻ പറ്റിയ നല്ലൊരു ബീച്ച് കൂടിയാണ് നമ്മുടെ പടിഞ്ഞാറക്കര ബീച്ച്. ഇനി ഞങ്ങളുടെ യാത്ര പോകുന്നത് ഉണ്ണിയാൽ ബീച്ചിലേക്ക്. അങ്ങനെ നമ്മൾ ഉണ്ണിയാൽ അങ്ങാടിയിലേക്ക് എത്തുകയാണ്. അവിടെയാണ് പുതുതായിട്ട് നമ്മളെ തുടങ്ങി വെച്ചിട്ടുള്ള സ്റ്റേഡിയം ഉണ്ട്. അവിടെ റൂമുകളൊക്കെ ഒന്നും ഓപ്പൺ അല്ല കേട്ടോ. അവിടെയൊക്കെ ഓപ്പൺ ആവുന്നു. ഇപ്പോൾ തൊട്ട് മുന്നേ നവകേരള പരിപാടിയൊക്കെ നടന്ന സ്ഥലമാണിത്. ഇവിടെ ഫുട്ബോളാണ് മെയിനായിട്ടും. ഒരുപാട് വർക്ക് ഇനി ബാക്കിയുണ്ട് അവിടെ. എന്നിരുന്നാലും നമ്മുടെ നാടിന് ഒരു സ്റ്റേഡിയം കിട്ടിയെന്ന് പറയാം. ഇതാണ് ഉണ്ണിയാൽ അങ്ങാടി. ഉണ്ണിയാൽ അങ്ങാടിയിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേക്കാണ് പോവേണ്ടത്. ഇവിടെ താനൂർ ഭാഗത്തു നിന്ന് വരുന്നവർക്ക് ഇവിടെ അങ്ങാടി ടച്ച് ചെയ്തിട്ട് പോവാം കേട്ടോ. ആ ബസ് വരുന്ന വഴിയാണ് താനൂർ ഭാഗത്തു നിന്ന് വരുന്നവർക്കൊക്കെ വരാൻ പറ്റുന്നത്. അതിലൂടെ വരാം, നേരെ വരുന്ന റോഡ് അതിലൂടെ വരാം. എങ്ങനെ വന്നാലും നമുക്ക് ഉണ്ണിയാൽ ടച്ച് ചെയ്യും. നമ്മൾ നേരെ പോകുന്നത് ഇപ്പോൾ ഉണ്ണിയാൽ അങ്ങാടി തൊട്ടടുത്ത് തന്നെയാണ്. വെറും 800-700 മീറ്റർ മാത്രം ദൂരമുള്ളൂ. ബസ്സിൽ വരുന്നവർക്ക് സുഖമാണ്. ഉണ്ണിയാൽ അങ്ങാടിയിൽ ബസ് ഇറങ്ങിയാൽ ജസ്റ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. കുറച്ച് നടന്നാൽ നമുക്ക് നേരെ ഉണ്ണിയാൽ ബീച്ചിലേക്ക് എത്താം. ഇവിടെ ഇപ്പോൾ പുതുതായിട്ട് ഇത്രയും ഫെയിം ആവാൻ കാരണം ഇപ്പോൾ നമ്മൾ ഷോർട്സിലും റീൽസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഉണ്ണിയാൽ ബീച്ച്. ഇവിടെ ഇപ്പോൾ ഏകദേശം ആളുകളൊക്കെ തുടങ്ങി, കച്ചവടക്കാരൊക്കെ വന്ന് തുടങ്ങി. ഒരുപാട് കപ്പിൾസും കാമുകിമാരൊക്കെ വരുന്നൊരു ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ആക്കി. ഇതിപ്പോൾ മതിലുകളൊക്കെ പെയിൻ്റ് അടിച്ചതാണ്. ഇപ്പോൾ ഒരുപാട് റീൽസിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഇതിവിടെ കാണുന്നത്. ഇപ്പോൾ
നമ്മൾ പടിഞ്ഞാറേക്കര ബീച്ചിനെ പറ്റി പറഞ്ഞ പോലെ തന്നെയാണ് ഈ ബീച്ചും വൃത്തിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല വൃത്തിയാണ്. ഇവിടെ പുതിയതായിട്ടൊരു സംഭവമൊക്കെ തുടങ്ങി വെക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു ടിക്കറ്റ് കൗണ്ടറൊക്കെ തുടങ്ങാനുള്ള ബിൽഡിങ്ങാണ് കെട്ടിയിട്ടുള്ളത് തോന്നുന്നു. ഇതൊന്നും വർക്കിംഗ് അല്ല, വർക്ക് ഓരോന്ന് നടക്കുന്നേ ഉള്ളൂ. നമ്മളിവിടെ പെയിൻ്റൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ലേക്ക് പോലെ സംഭവമുണ്ട്. നല്ല അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇത്രയും വൃത്തിയായ നമ്മളെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം വരികയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ നല്ല ബാത്റൂം സൗകര്യങ്ങളും മറ്റേ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത്യാവശ്യം നല്ല വൈബ്, നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. നല്ല പച്ചപ്പും തെങ്ങുകളൊക്കെ നല്ല ഭംഗിയിൽ ചെരിഞ്ഞ് കാണുന്നതിന് പ്രത്യേക ഒരു ഭംഗിയുണ്ട്. ഇവിടെ ഈ ഷോപ്പുകളൊന്നും ഇവിടെ ഓപ്പൺ ആയിട്ടില്ലെന്ന് തോന്നുന്നു. ഇനി ഈ സമയമായതുകൊണ്ടെന്ന് അറിയില്ല, വൈകുന്നേരം ഓപ്പൺ ആവുന്നുണ്ടായിരിക്കും. ഇവിടെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. നടക്കാനുള്ള സൗകര്യങ്ങൾ, വന്നിരിക്കാനും വൈബടിക്കാനൊക്കെ പറ്റുന്ന സ്ഥലമായിട്ട് തന്നെ തോന്നുന്നുണ്ട്. കാരണം അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഉച്ച സമയമായാലും ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ നട്ടുച്ചക്കും ഈ ബീച്ചിൽ ആളുകൾ ഉണ്ടെന്നുള്ളതാണ് കേട്ടോ. ഓരോരോ മൂലക്കലായിട്ടും സൈഡിലൊക്കെ ആയിട്ടൊക്കെ ആളുകൾ നിരവധി ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഉണ്ണിയാൽ ബീച്ച്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ ടൂറിസം വർക്കൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്, എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. കാരണം ടൂറിസം വീടായിട്ട് കേരളത്തിൽ വളരെയധികം മികച്ചു നിൽക്കുന്നുണ്ട്. നല്ല രീതിയിൽ എല്ലായിടത്തും പ്രോഗ്രാമുകളും മറ്റുമായിട്ടൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ. അത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് പാലങ്ങളെ പെയിൻ്റ് അടിക്കുക എന്നൊക്കെ പറഞ്ഞ പോട്ടെ, ഈ ബീച്ചുകൾ വൃത്തിയാക്കുക, നല്ല രീതിയിലാക്കുക എന്നുള്ളതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ തോന്നുന്നു ഉണ്ണിയാലൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. എന്തായാലും ഉണ്ണിയാൽ ബീച്ച് ഉഷാറായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് വരുന്നത് ഉണ്ണിയാൽ ബീച്ചിനെ കുറിച്ച് കൂടുതൽ അറിയുന്നത് തന്നെ ഈ ഒരു പെയിൻ്റ് അടിച്ച് റീൽസിലൊക്കെ വൈറലായതിനു ശേഷമാണ്. അങ്ങനെ ഞങ്ങളുടെ വാഹനം എത്തി. സിറാജും കൂടെ ഞങ്ങൾ ഉണ്ണിയാലിനോട് ഇവിടെ പറയുകയാണ്. ഇതാണ് ഉണ്ണിയാൽ ബീച്ച്. നമുക്ക് വൈകുന്നേരത്തിലൊക്കെ വന്ന് തീർച്ചയായിട്ടും വന്ന് ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പേസാണ്. നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. വീഡിയോ എടുക്കാനായാലും ഫോട്ടോ എടുക്കാനായാലൊക്കെ നല്ല ഉഷാറാണ് ഉണ്ണിയാൽ ബീച്ച്. എന്തെങ്കിലും കഴിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കച്ചവടക്കാരുണ്ട്. എല്ലാ തരത്തിലും ഉണ്ണിയാൽ ബീച്ച് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. ഇപ്പോൾ നേരെ നമ്മൾ തിരിച്ചു നേരെ ഉണ്ണിയാൽ അങ്ങാടിയിലേക്ക് എത്തി. നമ്മൾ ഇനി നേരെ പോകുന്നത് അടുത്തത് താനൂർ ഹാർബർ ലക്ഷ്യമാക്കിയിട്ടാണ്. റൈറ്റ് സൈഡിൽ വരുന്ന റോഡ് കാലാട് വഴി വരുന്നവർക്ക് ആ വഴി വരാം. ഈ റോഡ് പോകുന്നത് എങ്ങോട്ടെന്ന് വെച്ചാൽ നേരെ താനൂർ അങ്ങാടിയിലേക്കാണ് ഈ റോഡ് പോകുന്നത് കേട്ടോ. ഉണ്ണിയാൽ ബീച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് താനൂർ ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് 8.5 കിലോമീറ്ററും തിരൂർ ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് 6.5 കിലോമീറ്ററും ദൂരമാണുള്ളത്. ഇങ്ങോട്ടൊക്കെ ബസ് സർവീസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ റോഡിലായാലും ബസ് സർവീസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം കൊണ്ടും വന്ന് പോകാനും മറ്റൊക്കെ ആയിട്ടൊക്കെ സ്വന്തമായിട്ട് വാഹനം ഇല്ലാത്തവർക്കൊക്കെ പിന്നെ വന്ന് കാണാൻ പറ്റുന്ന ഒരു ബീച്ച് തന്നെയാണ്. ഈ റൂട്ട് തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ തൊട്ട് മുന്നേ കണ്ട ഉണ്ണിയാൽ ബീച്ചിൻ്റെ ആ ലേക്ക് പോലത്തെ ഇത് കാണാൻ സാധിക്കും കേട്ടോ. ഇതിന് തൊട്ടടുത്ത് തന്നെ റോഡ് പോകുന്നുണ്ട്. ഈ റോഡിലൂടെ നമുക്ക് ഉണ്ണിയാൽ ബീച്ചിലേക്ക് കടക്കാൻ സാധിക്കും. അതിപ്പോൾ താനൂർ അങ്ങാടി വഴി വരുന്നവർക്ക് ഈ റൂട്ടിൽ കയറിയാൽ മതി. നേരെ എന്ത് ചെയ്യേണ്ട, ഉണ്ണിയാൽ അങ്ങാടിയിൽ പോയിട്ട് അവിടെ നിന്ന് പോകേണ്ട ആവശ്യമില്ല. ഈ റോഡിൽ പോയാലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ണിയാൽ ബീച്ചിലേക്ക് എത്താൻ പറ്റും. അത് റോഡ് കുറച്ചൊരു മോശമുണ്ട്. നമ്മളെ ചീരാങ്കടപ്പുറം മുതൽ പുതിയ കടപ്പുറം വരെയുള്ള ആ റോഡ് കുറച്ചൊരു മോശമുണ്ട്. കാരണം വെച്ചാൽ ആ റോഡ് പണി നടക്കാനുണ്ട്. മറ്റുള്ള എല്ലാ ഭാഗത്തും റോഡ് നല്ല ഉഷാറാണ്. അപ്പോൾ ഇതാണ് ആ റൂട്ട്. ഈ റൂട്ടിൽ ഇപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സ്ഥലമാണ് ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലമാണ്. നമ്മളൊക്കെ ഇവിടെ കളിച്ചിട്ടുണ്ട്. പിന്നെ അറഫ ആ ടീമൊക്കെ കളിക്കുന്ന സ്ഥലമാണ്. തൊട്ടപ്പുറത്താണ് AMLP സ്കൂളൊക്കെ ഉള്ളത്. ഈ റോഡ് നേരെ പോകുന്നത് നമ്മൾ അങ്ങാടിയിലേക്കാണ്. അങ്ങാടിയിൽ നിന്ന് നമുക്ക് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ കേട്ടോ. അവിടെ കുളമുണ്ട്, പള്ളിയുണ്ട്, അതേപോലെ ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ ഒരു ചായക്കട ഉണ്ട്, ഹാർബറുണ്ട്. അതൊക്കെ നമുക്ക് നിങ്ങളിൽ കാണിച്ചു തരാം. ഒരുപാട് പൊരിക്കടികളൊക്കെ കിട്ടുന്ന കട കൂടി കേട്ടോ. ഞങ്ങളുടെ സുഹൃത്ത് അസ്ലമിൻ്റെ താഹിറിൻ്റെ ഒക്കെ ഒരു ഷോപ്പുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടെയൊക്കെ കവർ ചെയ്യണം. ഇതാണ് താനൂർ അങ്ങാടി. ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ഒരു അങ്ങാടിയാണ്. ചരിത്രത്തിലൂടെ നമുക്ക് കുറച്ച് സഞ്ചരിക്കാം. എന്നാലും ഇവിടുന്ന് നേരെ ലെഫ്റ്റ് എടുക്കുന്നു. ലെഫ്റ്റ് എടുത്താൽ ഹാർബറിലേക്കാണ്. റൈറ്റിലൂടെ വരുന്ന റോഡാണ്
നമ്മുടെ താനൂർ ടൗണിൽ നിന്ന് വരുന്ന റോഡ്, പോലീസ് സ്റ്റേഷൻ വരുന്ന റോഡാണ്. ആ റോഡ് നേരെ വരുന്നത് അങ്ങാടിയിലേക്കാണ്. ഇതാണ് പിന്നെ താനൂർ അങ്ങാടി പള്ളി. ഇതിന്ന് നേരെ നമ്മൾ ലെഫ്റ്റ് എടുക്കുന്ന പോകുന്നതോട് കൂടി നമ്മൾ ഹാർബറിലേക്ക് എത്തും. ഓക്കെ, പിന്നെ പാർട്ട് 3 ഹാർബറും മറ്റു വിശേഷങ്ങളുമായിട്ട് എത്താം. താങ്ക് യു.